മലപ്പുറം ജില്ല പോലെ UDFന് ഒരു അപ്പർ ഹാൻഡുള്ള ഒരു ജില്ലയാണ്. ഇവിടെ 14 സീറ്റല്ലേ ഉള്ളത്. 14 എനിക്ക് തോന്നുന്നത് 2 സീറ്റാണ് ഇപ്പം LDF, രണ്ടല്ല 5 സീറ്റ് LDF. വൈപ്പിൻ, കോതമശ്ശേരി, കൊച്ചി, എങ്ങനെയുണ്ടാവും ഇത്തവണ? അത് ഈ 5 സീറ്റ് നിലനിർത്താൻ പറ്റും? അല്ല, ഇത്തവണ 5 സീറ്റ് LDF നിലനിർത്താൻ കഴിയില്ല, അത് ഉറപ്പാണ്. കാരണം LDFിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് 2026 എറണാകുളം ജില്ല ഉണ്ടായാൽ പോലും അവർക്ക് 2 സീറ്റ് കൂടുതൽ നിർത്താൻ കഴിയില്ല. കാരണം അപ്പോഴും ഈ പറയുന്ന പോലെ 11-12 സീറ്റ് UDFന് ലഭിക്കും. കാരണം എറണാകുളം ജില്ല എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് UDFിൻ്റെ കേന്ദ്രമാണ്, കോട്ടയം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPMന് വലിയൊരു വളർച്ചയും CPMന് വലിയ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും എറണാകുളം ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളാണ്, കൊച്ചി നഗരമല്ല. നമ്മുടെ ഈ കാക്കനാട് തൊട്ട് അങ്ങോട്ടുള്ള സമയം അവിടെയെന്ന് വെച്ചാൽ എന്താ സംഭവം വെച്ചാൽ യാക്കോബായ ക്രൈസ്തവ വിഭാഗവും സിറിയൻ ക്രൈസ്തവരുമാണ് പ്രാമുഖ്യം. കാരണം പിറവം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം, അങ്കമാലി, ഈ 5 നിയോജകമണ്ഡലങ്ങളാണ് കിഴക്കൻ പ്രദേശം മുഴുവൻ കിടക്കുന്നത്. ഈ കിഴക്കൻ പ്രദേശത്തിൽ യാക്കോബായ വിഭാഗ ക്രൈസ്തവരും പിന്നെ സിറിയൻ ക്രിസ്ത്യാനികൾ, സിറിയൻ കത്തോലിക്കരുമാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത്. ഇവർ ബേസിക്കലി ബോൺ ആൻറ്റി കമ്മ്യൂണിസ്റ്റുകളാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ ഇപ്പോഴുള്ള നേതാക്കൾ MP മോൻ അങ്ങനെ കുറച്ച് മോനായി ഇപ്പോൾ നേതാക്കൾ വന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് കാർഷിക സമൂഹം എന്നുള്ള നിലയിൽ, കാർഷിക സമൂഹം എന്ന് പറയുന്നത് എങ്ങനത്തെ കാർഷിക സമൂഹം? ഒരു ജന്മിത്ത അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള കാർഷിക സമൂഹം ആയതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഒരിക്കലും സഹിക്കാൻ പറ്റിയിരുന്നില്ല. രണ്ടാമത് യാക്കോബായ സഭ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പരമ്പരാഗത സഭയാണ്. അവരൊരിക്കലും അവർ നേതാക്കൾ അതിൽ നിന്ന് പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് യാക്കോബായ സഭയ്ക്കും അല്ലെങ്കിൽ പറയുന്ന സിറിയൻ കത്തോലിക്കർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷത്തോടും താല്പര്യമില്ല. കാരണം അവരുടെ രാഷ്ട്രീയ നീഡുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആവശ്യങ്ങളോ സാമൂഹിക ആവശ്യങ്ങളോ നിറവേറ്റാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം അവർക്കില്ലായിരുന്നു. അങ്കമാലി വെടിവെപ്പ് 1959 നടന്നാണ് യഥാർത്ഥത്തിൽ വിമോചന സമരത്തെ ഇത്രയ്ക്കും കൂടെ എക്സ്പ്ലോർ ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്കമാലിയിൽ ഈ പറയുന്ന പോലെ അത്രയേറെ ക്രൈസ്തവ സെൻട്രലൈസേഷൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എറണാകുളം ജില്ലയുടെ പോപ്പുലേഷൻ കൂടുതലും കിടക്കുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ CPMന് ഈ ജില്ല ബാലികേറാൻ മലയായിരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ലത്തീൻ ക്രിസ്ത്യാനികളും അവരും പൊതുവേ വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും കടലിൽ പോയി ജീവിക്കുന്നവരാണെങ്കിലും അവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ നീഡും സോഷ്യൽ നീഡും ഫുൾഫിൽ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം അവർക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്തവണ ഈ കൊച്ചിയും കളമശ്ശേരിയായിട്ട് ഒതുങ്ങുമോ LDF? ഒരുപക്ഷെ കളമശ്ശേരി പോലും ഇപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കൊച്ചി ഒരുപക്ഷെ ഈ പറയുന്ന പോലെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയില്ലെങ്കിൽ കൊച്ചി ഒരു പക്ഷേ CPM നിലനിർത്താൻ സാധ്യതയുണ്ട്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം ഈ പറയുന്നത് പോലെ ഈ UDFന് വലിയൊരു അപ്പർ ഹാൻഡ് നിലവിലെ അവസ്ഥയിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എറണാകുളം UDFനെ നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് വിശ്വസിക്കുന്നത്. വൈപ്പിൻ എന്നൊരു മണ്ഡലം കൂടെ അവിടെ ഉണ്ട്. വൈപ്പിനിൽ സംഭവിച്ച വൈപ്പിനിലെ MLA തൃപ്പൂണിത്തറയ്ക്ക് മാറ്റുന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ വരുന്ന അവിടുത്തെ MLA ആയിട്ട് വരുന്ന ഒരു ലേഡി, അവരെക്കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും അവിടെ ഉണ്ടാകുന്ന CPMലുള്ള തർക്കങ്ങളും മറ്റു വിഷയങ്ങളും അവിടെ വൈപ്പിനിലെ മണ്ഡലത്തിൽ പ്രത്യേകത വെച്ചാൽ ഈഴവ ധീവര വിഭാഗങ്ങൾ പ്ലസ് ലത്തീൻ കത്തോലിക്കരുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ KN ഉണ്ണികൃഷ്ണൻ ജയിച്ചത് ആ ഒരു LDF ഓളത്തിൻ്റെ പുറത്തും അതോടൊപ്പം തന്നെ ഈ ചില ഇക്വേഷൻ്റെ പുറത്തുമാണ്. പക്ഷേ ഇത്തവണ അതുണ്ടാകാൻ വഴിയില്ല. യഥാർത്ഥത്തിൽ ഡോക്ടർ MA കുട്ടപ്പനെ പോലെയുള്ള കുഞ്ഞമ്പൂരിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ ജയിച്ച മണ്ഡലമാണ് വൈപ്പിൻ എന്ന് പറയുന്നത്. അവിടെ ബേസിക്കലി കോൺഗ്രസ് നല്ല വോട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഈ പിടലപ്പിടക്കങ്ങൾ, കാരണം വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് പണ്ട് സ്വഭാവമുണ്ട്, ഞാനൊന്നും എടുത്തു പറയാം, ചില മണ്ഡലങ്ങൾ അവർ വിട്ടുകൊടുക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില നേതാക്കൾക്ക് ചില മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ടി ഇവർ മറ്റു ചില മണ്ഡലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. കോൺഗ്രസിൻ്റെ സ്വഭാവമുണ്ട്. KV തോമസ് അടക്കമുള്ള നേതാക്കൾക്ക് വേണ്ടി അങ്ങനെയാണ് ഈ വൈപ്പിനൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത്. അല്ല, വൈപ്പിന് ബേസിക്കലി ആൻറ്റി കോൺഗ്രസ് മണ്ഡലങ്ങളേ അല്ല. ഇപ്പോൾ KV തോമസിനെ എറണാകുളത്ത് ജയിക്കാൻ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പുള്ളി തയ്യാറാണെങ്കിൽ അവിടെ ഒരു സാധാരണ സ്ഥാനത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് CPMനും ഇടതുപക്ഷത്തിനും ഉറപ്പ് എന്ന് പറയാനുള്ള ഒരു മണ്ഡലം പോലും എറണാകുളം ജില്ലയിലില്ല. ഇവിടെ പക്ഷേ എറണാകുളത്ത് CPMന് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ കോതമംഗലത്ത് നിന്നുള്ള MLA 2 പ്രാവശ്യം 3 പ്രാവശ്യം വന്നിട്ട് ആൻ്റണി ജോൺ. അയാൾ സാധാരണഗതിയിൽ SFI കൂടെ വന്നിട്ട് ഈ പറയുന്ന പോലെ കാത്തലിക് വിഭാഗത്തിൽ നിന്ന് വന്നിട്ട് ആ കോതമംഗലം പോലെയുള്ള ഓർത്തഡോക്സ് ജേക്കബൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞൊരു ഓർഗാനിക് 80s 90s ഉണ്ടായിരുന്ന SFIയുടെ ഒരു പുഷുണ്ട്. ആ പുഷിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് മലപ്പുറത്ത് CPM വളർന്ന പോലെ തന്നെ ഈ എറണാകുളത്തിൻ്റെ കിഴക്കൻ ഭാഗത്തും SFIയും CPMനും ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്.
അത് എവിടെ പോയി നിൽക്കും എന്നുള്ളത് ഒരു ഫാക്ടറാണ്. പിന്നെ 2 ഹെവി വെയിറ്റ് മണ്ഡലങ്ങൾ ഉണ്ട്, പറവൂരുണ്ട്, കളമശ്ശേരി ഉണ്ട്. അത് 2 ഹെവി വെയിറ്റ് മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിൽ. അത് പറവൂര് ഇപ്പം എനിക്ക് തോന്നുന്നു നെഗോഷിയേഷൻ CPIയുടെ മണ്ഡലമാണ്. പറവൂര് CPI ആണ് പരമ്പരാഗതമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീറ്റ് CPM ഏറ്റെടുക്കണം എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കുകയും കൊള്ളാവുന്ന ഒരു കാൻഡിഡേറ്റ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പറവൂരൊരു നല്ല മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തൃക്കാക്കര സീറ്റിൽ ശ്രീമതി ഉമാ തോമസിനെതിരെ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അവരെ മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത കോൺഗ്രസിനകത്തുനിന്ന് തന്നെ അവർക്ക് അവർ എന്താ വെച്ചാൽ അവർക്ക് പറ്റിയ അപകടവും അവരുടെ പരിചയക്കുറവും അനുഭവ സമ്പത്ത് കുറവും ഈ അപകടവും അവരെ വലിയ സമയത്ത് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ തൃക്കാക്കര പോലത്തെ മണ്ഡലത്തിൽ ഞാനൊന്ന് എടുത്തു പറയണം, ഒന്ന് ഇടയ്ക്കേറി പറയണം. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർക്കിടയിൽ അവർക്കെതിരെ അതൃപ്തി ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ അത് അങ്ങോട്ട് വലിയ ഹെവി വെയിറ്റുകൾ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു. പിന്നെ അവിടെയാണ് എനിക്ക് തോന്നുന്നത് SIRൽ ഏറ്റവും കൂടുതൽ വോട്ട് ഇല്ലാതായി, 20,000-ഓളം വോട്ടുകൾ ഇല്ലാതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആണല്ലേ? സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത്, ഇവരുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ പറയുന്ന ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ ഇല്ലാതായെന്നാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ്. സംഭവമുണ്ട്. കാരണം എൻ്റെ ബ്രദറിലൂടെ വീട് വരാപ്പുഴയാണ്. അദ്ദേഹത്തിന് അവിടെ വോട്ടുണ്ടായിരുന്നു, ഇവിടെ വോട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെയാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ SIR വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ വോട്ട് വെട്ടിപ്പോയി, വരാപ്പുഴ മാത്രമായി വോട്ട്. അതിന് സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ IT ഹബ്ബ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, കേരളത്തിന് പല ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ വോട്ടുണ്ടാവും, അവർക്ക് അവിടെ വോട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വോട്ടുകൾ ചിലപ്പം പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നോക്കി എൻ്റെ വോട്ട് അവിടെ ഉണ്ട്, അതല്ലെങ്കിൽ എൻ്റെ വോട്ട് പേരാവുന്ന അങ്ങനെ ആയിരിക്കേണ്ടതായിരുന്നു. എനിക്കിവിടെ മാത്രമേ വോട്ടുള്ളത് കൊണ്ട് തൃക്കാക്കര മണ്ഡലത്തിൽ എൻ്റെ വോട്ടുണ്ട്. ഈ വോട്ടുകൾ പോയിട്ടുണ്ടാവാനുള്ള അതാണ് വളരെ ഏറ്റവും കൂടുതൽ വോട്ട് പോയ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് SIR ലിസ്റ്റിൽ നിന്ന് പോയ മണ്ഡലമാണ് തൃക്കാക്കര. അപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ കൺസേൺ ആണത്. അല്ല, കാരണം അവിടെ ഒരു അട്ടിമറി നടന്നേക്കാന്നുള്ള ഭയം ഉണ്ട് കേട്ടോ അവർക്ക്. പക്ഷെ അവരെ ഉമാ തോമസിനെ മാറ്റി നിർത്താനും ഹെവി വെയിറ്റ് കാൻഡിഡേറ്റ്സ് ഇപ്പം നമ്മൾ അവിടെ KC വേണുഗോപാലിൻ്റെയും VD സതീശിൻ്റെ അടക്കം, VD സതീശൻ മാറുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഒരു നെഗറ്റീവ് മെസ്സേജ് ആയിപ്പോകും. അതുകൊണ്ട് അതല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ അടക്കം പേര് ഇവിടെ തൃക്കാക്കര പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ കളമശ്ശേരിയിലെ P. രാജീവിൻ്റെ വലിയ ചലഞ്ചിങ് ആണെന്നുള്ള വലിയ വർത്തമാനം. കാരണം കളമശ്ശേരി മണ്ഡലത്തിൽ ഈ പറഞ്ഞ ലീഗിന്റെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകന് കൊടുക്കാമെന്ന് ലീഗ് തത്വത്തിൽ സമ്മതിച്ചു. പക്ഷെ അയാൾക്കെതിരെയുള്ള കോൺഗ്രസ്സുകാരുടെ എതിർപ്പ്, പിന്നെ പ്രാദേശിക എതിർപ്പ്. പിന്നെ ഒരു കാര്യം, അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ജമാൽ മടക്കാരൻ മുതൽ മുഹമ്മദ് ഷിയാസ് പോലുള്ള ആളുകൾക്ക് താല്പര്യമുള്ള മണ്ഡലമാണത്. അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വോട്ടില്ല. കളമശ്ശേരി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വോട്ടില്ല. കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളുടെ വോട്ടേ ഉള്ളൂ അവിടെ. ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി ജയിച്ചുകൊണ്ടിരുന്നത് വേറൊരു രീതിയിലാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഭാഗവത സപ്താഹ കമ്മിറ്റിയുടെ ചെയർമാൻ വരെ ആയിരുന്ന ആളാണ് ഇബ്രാഹിം കുഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ജയിക്കാൻ കഴിയും. കാരണം കടുങ്ങല്ലൂർ അമ്പലത്തിൽ സപ്താഹ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. പുള്ള നോട്ടീസ് പുള്ള അവിടെ ഉണ്ടായിരുന്നു, മുഖ്യ രക്ഷാധികാരി ഇബ്രാഹിം കുഞ്ഞ് MLA. കാരണം പുള്ളി അതിനുള്ള പൈസ അല്ല, അയാളുടെ സംവിധാനം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പുള്ളി ജയിച്ചത്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും 7 വർഷം ജയിച്ചേക്കാം. പക്ഷേ ഈ മകനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഇന്റേണലി ഉണ്ടാകുന്ന പൊട്ടിത്തെറി അവിടെ ഉണ്ട്. കാരണം അബ്ദുൽ മുത്തലീഫ്, മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ കാത്തു നിൽക്കുന്നു. ലീഗിൽ തന്നെ കൊള്ളാവുന്ന കുറച്ച് ആളുകളുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് രാജീവിന് ഒരു പക്ഷേ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായേക്കാം. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാവാം രാജീവനെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്ന മനുഷ്യർ കോൺഗ്രസ്സുകാരുണ്ട്. കേരള കോൺഗ്രസിൻ്റെയും ചില MLA ഇങ്ങനെ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കളമശ്ശേരി ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ രാജീവിന് ഇതറിയാം. രാജീവ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിലല്ല എന്നുള്ള കാര്യം രാജീവിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടാണ് ആ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണൽ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ രാജീവ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്. കാരണം അത്രയധികം ഇൻവോൾവ് ആയിട്ടാണ് അത്. കാരണം ഇതറിയാം, ഈ സ്റ്റിക്കി വിക്കറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള നല്ല ധാരണയുള്ളത് കൊണ്ടും അയാളൊരു ഗ്രൗണ്ടഡ് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടും ഹി വാസ് നഴ്സിംഗ് ദിസ് കോൺസ്റ്റിറ്റ്യുവൻസി ലൈക്ക് എനിത്തിങ്. അതിൻ്റെ അഡ്വാൻറ്റേജ് അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാജീവിന് കളമശ്ശേരി മണ്ഡലം നന്നായിട്ട് അറിയാം. കാരണം അയാൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്നത് തന്നെ കാലുകുത്തുന്നത് തന്നെ കളമശ്ശേരിയിലാണ്, പോളിടെക്നിക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ സെൻറ്റ് പോൾസിൽ വിദ്യാഭ്യാസം എല്ലാം പുള്ളി ആ കളമശ്ശേരി സെൻട്രലൈസ് ചെയ്തതുകൊണ്ട് അയാൾക്കറിയാം എന്താണ് കളമശ്ശേരിയിൽ നടക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ എറണാകുളത്ത് പറയുകയാണെങ്കിൽ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് BJPക്ക് പരമ്പരാഗതമായിട്ട് ശക്തിയുള്ള മണ്ഡലമൊന്നുമല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പണ്ട് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് പൂത്തോട്ടം മുതൽ ചേരാനല്ലൂരുള്ള മണ്ഡലമായിരുന്നു. അപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലമായിരുന്നു. ഇപ്പോൾ അത് ബൈഫർക്കേറ്റ് ചെയ്ത് തൃക്കാക്കര ഒരു മണ്ഡലവും തൃപ്പൂണിത്തുറ വേറെ മണ്ഡലമാക്കി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, ഉദയംപേരൂർ, പൂത്തോട്ടം അടക്കമുള്ള പഞ്ചായത്തുകളും പിന്നെ ഇടക്കൊച്ചിയിൽ നിന്ന് കുറച്ച് കയറി വന്നപ്പോഴത്തേക്കും ഹിന്ദു പിന്നെ ലത്തീൻ ക്രിസ്ത്യൻ ആ ഒരു ഇതായി. അപ്പോൾ ഈ
BJP ആവട്ടെ പൊതുവേ ഈ ഈഴവ ധീവര വിഭാഗങ്ങൾ വലിയ തോതിൽ കടന്നു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൽ BJP വളരെ വലിയ തോതിൽ എറണാകുളം ജില്ലയിൽ കടന്നു കയറിയിട്ടുണ്ട്. ധീവര വിഭാഗത്തിലും വളരെ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 30,000 വോട്ടോ മറ്റോ BJP പിടിക്കും. ഇപ്രാവശ്യം അത് കൂടാൻ, നല്ല സ്ഥാനാർത്ഥിയെ കൂടാനാണ് സാധ്യത. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കെ ബാബു മത്സരിക്കുന്നില്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ ത്യാഗസന്നദ്ധനായി മാറിയതുകൊണ്ട് മാത്രം ആരോഗ്യം പ്രശ്നം. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് സ്വഭാവം തൃപ്പൂണിത്തുറ, കാരണം കെ ബാബു ആണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കോൺഗ്രസ് മണ്ഡലമാക്കി. അതിനു മുമ്പ് കോൺഗ്രസ് മണ്ഡലമായിട്ട് അയാളുടെ ഹാർഡ് വർക്കും അയാളുടെ കഠിനാധ്വാനമാണ് ജനങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ടത്. കാരണം അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ. വലിയ തോതിൽ അദ്ദേഹം വികസന പ്രവർത്തനം നടത്തിയൊക്കെ തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കോൺഗ്രസ് മണ്ഡലമാക്കി. അദ്ദേഹം ഒന്ന് ദുർബലനായി കഴിഞ്ഞ അവസ്ഥയിൽ ഈ തൃപ്പൂണിത്തുറ കോൺഗ്രസ് മണ്ഡലം അല്ലാതായി പോകും. CPM-ന് വലിയ തോതിൽ കേഡർ വോട്ടുകളുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പണ്ട് ടി കെ രാമകൃഷ്ണൻ വലിയ തോതിൽ കേഡർ വോട്ടുകളുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ കേഡർ വോട്ടുകളുടെ കുടുംബാംഗങ്ങളെല്ലാം പതിയെ BJP-യിലേക്ക് പോകും. ഈ ബാലഗോകുലമായിട്ടും മറ്റു രീതിയിലായിട്ടൊക്കെ ഈ നിങ്ങൾ ഉദയംപേരൂരും പൂത്തോട്ടയിൽ ചെന്നറിയാം. അവിടെയൊക്കെ ഈ പറയുന്ന CPM നേതാക്കളുടെ വീടുകളിലൊക്കെ ഈ പറയുന്ന പോലെ ആ രീതിയിലുള്ളൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി. CPM-ന് മനസ്സിലായി, കോൺഗ്രസിന് മനസ്സിലായി. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ ബാബു മാറിക്കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മണ്ഡലം ഒരു പക്ഷേ അതൊരു വലിയൊരു ചലഞ്ചായി മാറും. അവർക്ക് സ്ഥാനാർത്ഥിയില്ല. നമ്മളീ പറയുന്ന പോലെ ഈ സിനിമാ രംഗത്ത് നിന്ന് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി ഇറക്കിയത് എത്ര കണ്ടത് ഇതാവും നമുക്ക് പറയാൻ പറ്റില്ല. തൃപ്പൂണിത്തുറ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് പെട്ടെല്ലാരും വിട്ടുപോകുന്നതാണ്. കെ ബാബു അല്ലാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വന്നാൽ CPM-ന് ഒരു പക്ഷേ അത് ആ മണ്ഡലം പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ BJP-ക്കും അവസ്ഥ ഇപ്പോഴുണ്ട്. പൊളിറ്റിക്കലി ഹൈന്ദവവൽക്കരിച്ച ഒരു വോട്ട് ബേസ് ഉള്ള, കാരണം തൃപ്പൂണിത്തുറ പൊതുവെ ഒരു ഹൈന്ദവവൽക്കരിക്കപ്പെട്ട പ്രദേശമാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൽ CPM-ന് വലിയൊരു പങ്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട്, പിന്നെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും പങ്കുണ്ട്.